സീരിയൽ ദൈവത്തിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യുന്ന പലർക്ക് മുൻപും പല ഭാഷകളിലായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത വിഷയങ്ങളെപ്പോലെ തന്നെ ദേഹത്ത് പ്രേതം കൂടി അല്ലെങ്കിൽ ദൈവം കൂടി എന്നൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ദൈവത്തിൻ്റെ കഥാപാത്രം വ്രതമെടുത്തും വളരെ ശുദ്ധിയോടെയും ചെയ്യുന്നവരുടെ ദേഹത്തേക്ക് ആ ദേവിയോ അല്ലെങ്കിൽ ദേവനോ പ്രത്യക്ഷപ്പെടുമെന്നും അങ്ങനെ സെറ്റിൽ വെച്ച് തുള്ളലൊക്കെ സംഭവിച്ചതും നമ്മൾ ഇതിനു മുൻപ് വാർത്തയായി കേട്ടിട്ടുണ്ടായിരുന്നു. സമാനമായൊരു സംഭവമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വൈറലാകുന്നത്. മലയാളികൾക്കൊക്കെ വളരെയധികം സുപരിചിതയായ നടിയാണ് സുധാ ചന്ദ്രൻ. ഇപ്പോഴിതാ മാതാ കി ചൗക്ക് എന്ന മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ വിചിത്രമായ പ്രവൃത്തികൾ ചെയ്യുന്ന സുധയുടെ വീഡിയോ ആണ് വൈറലാകുന്നത്. വീഡിയോ വൻതോതിൽ പ്രചരിച്ചതിന് പിന്നാലെ വിമർശനവും അതുപോലെ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ദൈവം കുടികൊണ്ടു എന്നാണ് പലരും പിന്തുണച്ചുകൊണ്ട് കുറിച്ചത്. ആത്മീയമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനുഷ്യനറിയാതെ ഇങ്ങനെയാകുമെന്നും അത് ദൈവത്തിൻ്റെ കടാക്ഷമാണെന്നും പറയുന്നുണ്ട്. ഇത് സീരിയൽ തന്നെ, ഓസ്കാർ അഭിനയം, ഇങ്ങനെയാണ് സംഭവത്തെ ട്രോളുന്നവർ വിമർശിക്കുന്നതും കമൻറ്റുകളുമായി കുറിക്കുന്നതും. ഞങ്ങൾക്കേറെ ഇഷ്ടമുള്ള നടിയാണ് സുധ, പക്ഷേ ഇങ്ങനെയെല്ലാം കാണിച്ചുകൂട്ടി വെറുതെ നാണം കെടരുത് എന്നാണ് മറ്റു ചിലർ പറയുന്നത്. എന്തായാലും വിഷയത്തിൽ സുധാചന്ദ്രൻ ഇതുവരെ പ്രതികരിച്ച് എത്തിയിട്ടില്ല. മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടി സുധാചന്ദ്രൻ 80-90 കാലഘട്ടങ്ങളിൽ ഹിന്ദി ടെലിവിഷനിൽ നിറഞ്ഞു നിന്ന താരമാണ്. ഒരുപിടി മലയാളം ഡാൻസ് റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും സുധ എത്തിയിട്ടുണ്ടായിരുന്നു. കാലങ്ങൾക്ക് മുൻപുണ്ടൊരു അപകടത്തിൽ ഒരു കാൽ നഷ്ടമായ സുധ സ്റ്റേജുകളിൽ നൃത്തം അവതരിപ്പിക്കുന്നത് ഏവർക്കും എന്നും ഒരു പ്രചോദനമാണ്. ഇന്നും സീരിയലുകളിൽ സജീവമായി നിൽക്കുന്ന സുധ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സുധാചന്ദ്രൻ പങ്കുവച്ച വീഡിയോ അല്ലെങ്കിലും സുധാചന്ദ്രൻ്റേതായ ഒരു വീഡിയോ ആണ് ആരാധകരുടെ ഇടയിൽ കടന്ന് കറങ്ങുന്നത്. ഇപ്പോഴിതാ ആത്മീയമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനുഷ്യനറിയാതെ ഇങ്ങനെയാകുമെന്നും ദൈവത്തിൻ്റെ കടാക്ഷമാണ് സുധയ്ക്ക് ലഭിച്ചതെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ടെങ്കിലും പലരും ഇതിനെ പിന്തുണയ്ക്കാതെയാണ് ഇരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ആരും വിശ്വസിക്കില്ല. ഇതൊന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നേ അല്ല എന്ന് പറയുന്നു. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ സുധയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടെന്നും പറയണം. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പോൾ സുധ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയുന്നു. പ്രേക്ഷകർക്ക് വളരെയധികം തന്നെ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കുന്നുണ്ട്. സുധയുടെ വാക്കുകൾക്കായി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ മലയാളികളുടെയും പ്രിയപ്പെട്ട നടി ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ മലയാളികളുടെ കൈകളിലേക്കും എത്തുകയാണ്. വളരെയധികം സാക്ഷരതയുള്ള കേരളത്തിൽ ദൈവവിശ്വാസങ്ങൾ ഉണ്ടെങ്കിലും ഇത്തരമുള്ള വിശ്വാസങ്ങൾ വളരെ കുറവായതുകൊണ്ട് സുധാചന്ദ്രൻ കാണിക്കുന്നത് അഭിനയമാണ് എന്നത് തന്നെയാണ് കേരളത്തിലും പരക്കെയുള്ള ഒരു സംസാരം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.